സ്കൂളുമായി. ശനിയും ഞായറും കൂടെ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത രക്ഷിതാക്കൾ ഉണ്ടാവില്ല അല്ലേ? വെറുതെ എങ്കിലും ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇന്ന് കടുപ്പം കുറച്ച് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. സ്കൂൾ അധ്യയന ദിവസങ്ങൾ 25 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ അധ്യയന കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 220 അധ്യയന ദിനം തികയ്ക്കുന്ന രീതിയിലാണ് പുതിയ കലണ്ടർ ഉള്ളത്. ഇതിനെതിരെ അധ്യാപകർ സമരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ 220 അധ്യയന ദിനമാക്കണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തതും ഒരു അധ്യാപകനാണ്. നമ്മൾ എന്തായാലും ഇന്ന് കടുപ്പം കുറച്ചിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. സ്കൂൾ ശനിയാഴ്ചകളിൽ സ്കൂൾ വേണോ വേണ്ടയോ? നമ്മോടൊപ്പം ചർച്ചയിൽ എ.വി. ഇന്ദുലാലുണ്ട്, ഹർജി നൽകിയ അധ്യാപകൻ ഇ.കെ. ഷാജിയുണ്ട്, രക്ഷിതാവ് രമ്യയുണ്ട്. സ്വാഗതം കടുപ്പം കുറച്ചിലേക്ക്. ഇന്ദുലാൽ സാറിൻ്റെ അടുത്താണ് ആദ്യം ചോദിക്കാനുള്ളത്. ഒരു തരത്തിൽ ഇങ്ങനെ ശനിയാഴ്ചകളിൽ അധ്യയന ദിനം ആക്കണ്ട, പ്രവൃത്തി ദിനം വേണ്ട എന്ന തരത്തിൽ സമരമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എന്താണ് ഇതിനെ ശക്തമായി എതിർക്കാനുള്ള ഒരു കാര്യം? ഇവിടെ നമുക്ക് 1-2 വിഷയങ്ങളെ നമ്മൾ അടിസ്ഥാനമാക്കി വേണം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ഇത് സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിനം വേണോ വേണ്ടയോ എന്നതാണ് ഒരു തരത്തിലുള്ള ഡിബേറ്റിൻ്റെ ഒരു വസ്തുത. നമ്മൾ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ശനിയും ഞായറും ഇപ്പോൾ അവധിയാണ്. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ 5 ദിവസം നമ്മൾ ജോലി ചെയ്യുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികളോടൊപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ക്ലാസ് മുറികളിൽ ചിലവഴിക്കുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ കാഴ്ചപ്പാടുകൂടെ നമ്മൾ കാണണം. ആ കുട്ടി ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അതിനെ തുടർന്ന് പഠിക്കാനും അതിനെ ഒരു തവണയെങ്കിലും മറിച്ചു നോക്കാനുമുള്ള സമയം കിട്ടുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടി എന്ന് പറയുന്നത് ഒരു യന്ത്രമല്ല, യാന്ത്രികമായിട്ടുള്ള ഒന്നല്ല വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ചെറിയ കുട്ടികളാണ്. അവർ കളിയും കാര്യവും ഒക്കെ ആയിട്ട് വളർന്നു വരേണ്ട കാലഘട്ടത്തിൽ അവരെ മുഴുവൻ സമയം പിടിച്ച് സ്കൂളിൽ ഇരുത്തുക എന്ന് പറയുന്നത്, ഇത് അധ്യാപകൻ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആശ്ചര്യം ഞങ്ങൾക്കുണ്ട്. ഇത് അധ്യാപകനല്ല, ഞങ്ങളിവിടെ മനസ്സിലാക്കുന്നത് ഒരു മാനേജറാണ് ഈ തരത്തിലുള്ള ഒരു പരാതിയുമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ പോയത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പരാമർശം അതിനേക്കാളും നല്ല രസകരമായിട്ടുള്ളതാണ്. ഹൈക്കോടതി ഇതിൻ്റെ മെറിറ്റ് എടുത്തിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞു, ഡയറക്ടറോട് പറഞ്ഞത്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ വിഷയത്തിനെ അതിൻ്റെ അഫക്റ്റഡ് പാർട്ടീസിനെ വിളിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനം വിദ്യാഭ്യാസ കലണ്ടർ രൂപീകരിക്കുന്നതിന് മുമ്പ് 2024 അക്കാഡമിക് ഇയറിൽ എടുക്കണം എന്ന ഒരു വിശദീകരണമാണ് ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റും ഹൈക്കോടതിയുടെ ഈ ഡയറക്ഷനെ ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ശനിയാഴ്ചകളൊക്കെ പ്രവൃത്തി ദിനം ആക്കണം എന്ന തരത്തിൽ ഒരു ദുർവ്യാഖ്യാനം നടത്തിയിരിക്കുന്നതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിന് എന്ത് പഠനമാണ് ആധാരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പോൾ ശനിയാഴ്ച നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഓഫീസ് വർക്ക് പോലെയല്ല നമ്മുടെ സ്കൂളിലെ പ്രവൃത്തികളെന്ന് പറയുന്നത്. കുട്ടി പഠിക്കുന്നത് ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ആശയവിനിമയം അത് നിർബന്ധമാണ്. അവൻ ക്വാണ്ടിറ്റിക്കല്ല ഇവിടെ പ്രാധാന്യം, എത്രത്തോളം പഠിക്കുന്നു. ആ അധ്യാപകൻ ഒരു പക്ഷേ കരുതിയതോ അല്ലെങ്കിൽ ആ മാനേജർ കരുതിയതോ എത്രത്തോളം പഠിക്കുന്നു എന്നതല്ല, മറിച്ച് എത്ര മാത്രം പഠിക്കുന്നു, അതിനെന്ത് ക്വാളിറ്റി ഉണ്ട്, ആ പഠിക്കുന്നതിന് എന്ത് പ്രായോഗികതയുണ്ട്, അത് അവന് മനസ്സിലായോ, അവന് മനസ്സിലാക്കാൻ സാധിച്ചോ. ഒരു കുട്ടി പഠിച്ചത് കൊണ്ട് മാത്രമല്ല, അവന് നോട്ട് എഴുതണം, അവന് പരീക്ഷയിലൂടെ അവൻ എന്തു പഠിച്ചു എന്നത് അവന് വെളിവാക്കണം. ഇതിനൊക്കെയുള്ള സമയം നമ്മൾ കൊടുക്കണം. കുട്ടിയെ വൈകാരികമായും മാനസികമായിട്ടും സമ്മർദ്ദത്തിൽപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഉത്തരവുമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇത് ഇവിടെ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെ ഞാൻ എടുത്തു പറയട്ടെ. ഇവിടെ പൊതുസമൂഹത്തിൽ അധ്യാപകരെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു തലത്തിലും ചർച്ച ചെയ്യാതെ. ഇതിൻ്റെ വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ സേവനം വേണം. അവരെ ഇതിൽ കേട്ടിട്ടുണ്ടോ? ഈ ഉത്തരവിൽ തന്നെ, ഹൈക്കോടതി ഉത്തരവിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ കൺസെൻറ്റ്. ഇതിന് അഫക്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്ന ആരാണ്? ഇവിടെ ഒരു മാനേജർ ആണ് പോയിരിക്കുന്നത്. കേരളത്തിൽ എത്രയോ സാമുദായിക മാനേജ്മെൻറ്റുകളുണ്ട്, എത്രമാത്രം മാനേജർമാരുണ്ട്, മാനേജറുടെ അസോസിയേഷനുകളുണ്ട്, അധ്യാപക സംഘടനകളുണ്ട്, വിദ്യാർത്ഥികൾക്കായിട്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട്,
കൂടാതെ നമുക്കിപ്പോൾ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും ബാല നിയമങ്ങളുണ്ട്. അവയൊക്കെ മുഖവിലക്കെടുക്കാതെ വിശദമായ ഒരു പഠനം നടത്താതെ ഒരു തരത്തിലുമുള്ള ഒരു വിശദീകരണവുമില്ലാതെ ചാടിപ്പിടിച്ചുകൊണ്ട് ഒരു ഉത്തരവ്, ഒരു ഹൈക്കോടതിയുടെ മറ പിടിച്ചുകൊണ്ട് കോടതിയെ കൂടെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു ഉത്തരവാണിത്. ഇത് നടപ്പിൽ വരുത്താൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായും അപലപനീയമാണ്. ശ്രീ ഷാജി ഇത്തരത്തിൽ വിശദമായ ഒരു പഠനം പോലും നടത്താതെയാണ് ഇങ്ങനെ ഒരു ഹർജിയുമായി മുന്നോട്ട് പോയതെന്നാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? എന്തായിരുന്നു ഇങ്ങനെ ഒരു ഹർജിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം? ബഹുമാനപ്പെട്ട ഇന്ദു സാർ പറഞ്ഞത് ഈ പൊതുസമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. എന്താണ് വിദ്യാഭ്യാസ വകുപ്പിലെ KER പറയുന്നത്? KER പറയുന്നത് 220 ദിവസം പ്രവൃത്തി ദിനം വേണം എന്നാണ് KER നിഷ്കർഷിച്ചിട്ടുള്ളത്. ഈ KER ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? മറ്റ് സംസ്ഥാനങ്ങൾ നോക്ക്. അതായത് നമ്മുടെ കേരളത്തിലെ 2016 മുമ്പ് എത്ര ദിവസം പ്രവൃത്തി ദിനം ഉണ്ടായിരുന്നു? അത് നമ്മൾ ആലോചിക്കണം. 2016 ശേഷം നമുക്കിപ്പോ പ്രവൃത്തി ദിനം വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, നമ്മൾ കഴിഞ്ഞ വർഷം 210 ദിവസം വേണമെന്ന് സർക്കാർ പറഞ്ഞു. പക്ഷെ 205 ദിവസമാണ് അധ്യാപക സംഘടനകൾ സമ്മതിച്ചത്. അതിനുശേഷം അതിൽ നിന്ന് 3 ദിവസം അവർ വീണ്ടും അവരുടെ ക്ലസ്റ്റർ ട്രെയിനിങ്ങിന് വേണ്ടി അവർ മാറ്റി. ഇപ്പൊ കുട്ടികൾ കിട്ടി 202 ദിവസമാണ്. ഈ 202 ദിവസത്തിൽ നിന്നുമാണ് 7 ദിവസം ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോകും, 7 ദിവസം ഓണപരീക്ഷയ്ക്ക് പോകും, 20 ദിവസം ഫൈനൽ എക്സാമിനേഷന് വേണ്ടി പോകും. അപ്പൊ ബാക്കി എത്ര ദിവസം കിട്ടുന്നുണ്ട്? അതായത് 34 ദിവസം 205 34 ദിവസം കൂടി കുറയുമ്പോ ഏതാണ്ട് 271 ദിവസമാണ് കുട്ടികൾക്ക് പഠിക്കാൻ കിട്ടുന്നത്. അതിനകത്തുനിന്ന് വീണ്ടും ഏതെങ്കിലും ഈ കലാകായിക മത്സരങ്ങളുണ്ട്, അതിനുവേണ്ടി സമയങ്ങൾ നഷ്ടപ്പെടുവാണ്. അതിനുവേണ്ടി സമയം നഷ്ടപ്പെടുന്നു. എവിടെയെങ്കിലും ഒരു മഴയുണ്ടായി കഴിഞ്ഞാൽ അന്ന് സ്കൂളുകൾക്ക് അവധിയാണ്. അങ്ങനെ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 150 ദിവസം മാത്രമാണ് കുട്ടികൾക്ക്. ഈ കുട്ടികളെ അവരുടെ സബ്ജക്റ്റുകൾ പഠിപ്പിച്ചെടുക്കാൻ സമയം വേണ്ടേ? ഈ കുട്ടികളെ നമ്മുടെ ഇന്ദു സാറ് പറഞ്ഞു ഇവാലുവേറ്റ് ചെയ്യാൻ അധ്യാപകർക്ക് സമയം വേണ്ടേ? ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ കുട്ടികളെ അവർക്ക് മികവുള്ള കുട്ടികളായിട്ട് മാറ്റാൻ കഴിയുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്ന് പരിശോധിച്ച് നോക്ക്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അവിടുത്തെ ക്ലാസ്സുകള് ആന്ധ്രാപ്രദേശിൽ 229 ദിവസം പ്രവൃത്തി ദിനമുണ്ട്. ഗുജറാത്തില് 251 ദിവസം പ്രവൃത്തി ദിനമുണ്ട്. തെലങ്കാനയില് 229 ദിവസം പ്രവൃത്തി ദിനമുണ്ട്. ഡൽഹിയില് 220 ദിവസം പ്രവൃത്തി ദിനമുണ്ട്. കർണാടകയില് 244 ദിവസം പ്രവൃത്തി ദിനമുണ്ട്. ഇവിടെയൊക്കെ ഇത്രയും ദിവസങ്ങൾ പ്രവൃത്തി ദിനം കൊടുത്ത് അവിടുത്തെ സംസ്ഥാനത്തെ കുട്ടികളെ അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അധ്യാപകർ ശ്രമിക്കുമ്പോ ഇവിടെ 150ഓളം ദിവസങ്ങളാണ് കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി കിട്ടുന്നത്. ഇനി പഠനം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. ഒരു ദിവസം 5 മണിക്കൂറാണ് പഠിപ്പിക്കാൻ സമയം കൊടുക്കുന്നത്. ഒരാഴ്ചയിൽ 5 ദിവസമാണുള്ളത്. ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 40 മണിക്കൂർ പഠിപ്പിക്കണമെന്നാ പറഞ്ഞത് ഒരാഴ്ചയിൽ. ഇങ്ങനെ ദിവസം 5 ദിവസം വെച്ച് 5 മണിക്കൂർ വെച്ച് കണക്കൂട്ടി കഴിഞ്ഞാൽ ഇവർക്ക് 25 ദിവസമേ കിട്ടുന്നുള്ളൂ, 25 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. 25 മണിക്കൂർ മാത്രം കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക്, അത് LP സ്കൂളില്, ഹൈസ്കൂൾ ആകുമ്പോഴും UP ആകുമ്പോഴും അതിനേക്കാൾ കൂടുതലായിട്ട് വരണം. ഒരാഴ്ചയിൽ ഏതാണ്ട് 800, ഒരു വർഷം ഏതാണ്ട് 800 മണിക്കൂർ പഠിപ്പിക്കണമെന്നാ പറയണത്. ഈ രീതിയിൽ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് നമ്മള് ഒരു കൃത്യമായ ഒരു പഠനം കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന ഒരു പഠനം നടത്താതെ ഇത്തരത്തിൽ അതാണ് പറയുന്നത്. ഞാൻ പഠന കാര്യങ്ങൾ പറയാം. 1000 മണിക്കൂർ LP സ്കൂളിലെ കുട്ടികൾക്കും 750 മണിക്കൂർ LP സ്കൂളിലെ കുട്ടികൾക്കും 1000 മണിക്കൂർ ഹൈസ്കൂളിലെ കുട്ടികൾക്കും പഠനം നടത്തുവാൻ പഠിപ്പിക്കുവാൻ വേണ്ടി അവസരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിനുള്ള സമയം കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് പഠിക്കാൻ സമയം പഠിപ്പിക്കുവാൻ അധ്യാപകർക്ക് സമയം കിട്ടുന്നില്ല. 150 ദിവസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് 750 മണിക്കൂറെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ആ 750 മണിക്കൂർ പഠിപ്പിച്ചാൽ ഏതാണ്ട് 50 മണിക്കൂർ LP തന്നെ കുറവാണ്. അതുപോലെ തന്നെ ഹൈസ്കൂളിൽ 150 മണിക്കൂർ കുട്ടികൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളുടെ പഠന നിലവാരം പഠിപ്പിക്കുന്ന മണിക്കൂറുകളും ഇവിടെ കേരളത്തിലെയുമായിട്ട് നോക്കുമ്പോൾ വളരെയധികം പഠിപ്പിക്കാനുള്ള സമയം കുറച്ചാണ് കുട്ടികൾ പഠിക്കാനുള്ള സമയം കുറച്ചാണ് കുട്ടികൾക്ക് കിട്ടുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നിലവാരം കുറവാണെന്ന് നമ്മൾ പറയുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡയറക്ടർ തന്നെ പറഞ്ഞു ഇവിടുത്തെ കുട്ടികൾക്ക്, നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞു വന്ന കുട്ടികൾക്ക്
പേര് പോലും എഴുതുവാൻ അറിയില്ല എന്ന് പറയുന്നു. ശരിയാണ്. എന്റെ സ്കൂൾ എറണാകുളം ജില്ലയില് കിഴക്കൻ മേഖലയില് മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് എന്റെ സ്കൂള്. അത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ എന്റെ സ്കൂൾ അധ്യാപകർക്ക് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ അധ്യാപകരാണ്. എനിക്ക് അവരെ പറ്റി യാതൊരു ആക്ഷേപവും ഇല്ല. പക്ഷേ ഞാനിത് എന്റെ അധ്യാപകരോട് ഇത് ചെയ്യാൻ പറയുമ്പോ അവർക്ക് തന്നെ ഒരു വിഷമം. അവര് മറ്റു സ്കൂളുകളിൽ ശനിയാഴ്ച ദിവസം ഇല്ലല്ലോ, മറ്റു സ്കൂളുകളിൽ അവധി ദിവസങ്ങൾ അവര് ക്ലാസ് എടുക്കുന്നില്ലല്ലോ. അപ്പൊ മറ്റു സ്കൂളുകൾ ഇല്ലാത്തതുകൊണ്ട് എന്റെ സ്കൂൾ അധ്യാപകർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2000 കുട്ടികളുടെ എന്റെ സ്കൂളിൽ കഴിഞ്ഞ വർഷം 397 കുട്ടികൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയതാ. 397 പേര് ജയിച്ചു. 61 കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ട്, 19 കുട്ടികൾക്ക് 9 A+ ഉണ്ട്. അതുപോലെ തന്നെ 8 A+ ഉള്ള ഒരു സ്കൂളാണ് എന്റേത് കിഴക്കൻ മേഖലയില്. അപ്പോ ഞാൻ എന്റെ സ്കൂളിൽ നടത്തുന്ന കാര്യങ്ങൾ നടത്തുമ്പോ എന്റെ സ്കൂൾ അധ്യാപകർ തന്നെ മാനസികമായി ഡെസ്പാവുക. മറ്റുള്ളവർക്കൊക്കെ സുന്ദരമായിട്ട് സമയമുണ്ട്, പഠിപ്പിക്കേണ്ട ഒന്നും വേണ്ട, ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെ ഒന്ന് ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു അവര് തന്നെ സ്വയം പലരോടും പറയുന്നതായിട്ട് എന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കേരള സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള 220 ദിവസത്തെ പ്രവൃത്തി ദിനം KER-ൽ പറഞ്ഞിട്ടുള്ള ആ നിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് ഞാൻ കോടതിയോട് ആവശ്യപ്പെട്ടത്. ആ 220 ദിവസം നടപ്പിലാക്കാൻ കോടതി പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോ ഇങ്ങനെ ഒരു കോടതി പറഞ്ഞപ്പോഴും ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. ഗവൺമെന്റ് അതിനകത്ത് വട്ടം ചവിട്ടിക്കൊണ്ടിരുന്നു. ഞാനപ്പോ കണ്ടംപ്റ്റ് കൊടുത്തപ്പോഴാണ് ഗവൺമെന്റ് അതിനകത്ത് ഒരു തീരുമാനമെടുത്തത്. 220 ദിവസത്തെ കലണ്ടർ ഇറക്കിയിട്ടുള്ളത്. 220 ദിവസം വന്നാൽ വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറയാം, പഠനം ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വെക്കേഷൻ 45 ദിവസമാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. വെക്കേഷൻ അവസാനത്തെ 2 മാസം ഇവിടെ 60 ദിവസം വെക്കേഷൻ കൊടുക്കുകയാണ്. അതറിയോ? വിദ്യാഭ്യാസ നിയമത്തിൽ 45 ദിവസം വെക്കേഷൻ പറഞ്ഞേക്കണേ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ തന്നെ വടക്കൻ ജില്ലയില് ഏപ്രിൽ മാസം ക്ലാസ് വെക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇവിടെ കൊണ്ടുപോകാൻ എന്താ കുഴപ്പം? 45 ദിവസം വെക്കേഷൻ പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് ഇവര് 60 ദിവസം വെക്കേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇതുപോലെയുള്ള വെക്കേഷനുകളൊക്കെ യഥേഷ്ടം എടുത്തുകൊണ്ട് കുട്ടികളുടെ പഠന നിലവാരത്തെ കുറച്ചാക്കിക്കൊണ്ട് കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും പോലും അറിയില്ല എന്ന് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പോലും പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോ നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതല്ലേ? ഇത് അധ്യാപകർ നോക്കേണ്ടതല്ലേ? കുട്ടികൾക്ക് നിലവാരം ഉണ്ടാകേണ്ടതല്ലേ? ഈ കേരളത്തിലെ ജനങ്ങൾ പഠന രംഗത്ത് മുന്നിട്ട് പോകേണ്ടത് ആവശ്യമില്ലേ? അധ്യാപകർക്ക് അവധി കിട്ടുന്നതിന് സന്തോഷമുണ്ട്, എനിക്കും സന്തോഷമാണ്. ഞാൻ അത് എതിരല്ല. എന്റെ സ്കൂളിലെ ഒരു പഠന നിലവാരം ഞാൻ കൂടുതൽ സമയം പഠിപ്പിക്കും, എന്റെ കുട്ടികൾ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ എന്റെ സ്കൂളിലെ കുട്ടികൾക്ക് നിലവാരം ഉയരുന്നുണ്ടെന്നുള്ള എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാണ്. ഞാൻ അതിന്റെ വെളിച്ചത്തില് എല്ലാവരും ആയിക്കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുസമൂഹത്തില് കുട്ടികൾക്ക് വളരെയധികം ഗുണം കിട്ടും ഇതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീമതി രമ്യ ഉണ്ട് നമ്മളെ കൂടെ, രക്ഷിതാവാണ്. രമ്യ, കുട്ടികളൊക്കെ എത്രാം ക്ലാസ്സിലാണ്? കുട്ടികൾ 6th പഠിക്കുന്നത്, ട്വിൻസ് ആണ്. ഇപ്പൊ അവർക്ക് ഇപ്പൊ 2 സാറ്റർഡേസ് ആണ് CBSE ആണ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് 2 സാറ്റർഡേസ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വരുന്ന മുമ്പ് എനിക്ക് കുറച്ച് സാറ് പറഞ്ഞു ഇങ്ങനെ കലോത്സവം അതും ഇതൊക്കെ ആയിട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് സ്റ്റഡീസിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ അവിടെ ഒരു ടൈം മാനേജ്മെന്റ് എന്നൊരു സംഭവം ഉണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാം പക്കയാക്കി ഒരുപോലെ പറഞ്ഞ പോലെ സ്കെഡ്യൂളിൽ നിന്നുകൊണ്ട് മാത്രം പോവാണ്ട് നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ടൈം മാനേജ്മെന്റ് പഠിക്കാനുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റഡീസും ഇപ്പൊ കലോത്സവം ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എക്സിബിഷൻസ് എല്ലാം നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് വേണം പഠിച്ചു വരാൻ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ വീക്കെൻഡ്സ് കുട്ടികൾക്ക് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പേരൻസ് ആണെങ്കിലും എല്ലാവരും വർക്കിംഗ് ആണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കുറച്ച് റെസ്റ്റ് കിട്ടുന്ന രീതിയിൽ ഇപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിന്റെ ഇപ്പൊ നിങ്ങൾ പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നവരാണ്. നോക്കിക്കഴിഞ്ഞാൽ 20-25 മിനിറ്റ്സ് അവർ ഒരു നിൽപ്പാണ് ക്ലാസ്സിൽ. അതുപോലെ അവർക്ക് വോയിസ് ട്രെയിൻ ഒരുപാട് എടുക്കുന്നവരാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്കൊരു റെസ്റ്റ് കിട്ടിയിട്ട് മൺഡേ ഒരു ഹാപ്പി മൺഡേ ആയിട്ട് വരുമ്പോൾ ടീച്ചേഴ്സും ഹാപ്പി. അപ്പൊ കുട്ടികൾക്കും നമുക്ക് നല്ല ഹാപ്പി ടീച്ചേഴ്സ് വന്നാലാണല്ലോ കുട്ടികൾക്കും നല്ല ഒരു ക്ലാസ്സിൽ നല്ല മൈൻഡോടുകൂടി ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവർക്കും കുറച്ച് റെസ്റ്റ് കിട്ടുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരി ശരി. ഈ ഷാജി സാറ് പറഞ്ഞ പോലെ ഈ ശനിയാഴ്ചകൾ കൂടി ക്ലാസ് വെച്ചാൽ കുറച്ച് കൂടുതൽ കുട്ടികൾ പഠിക്കും എന്നൊരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ പുറം നാട്ടിലേക്കായിട്ട് കമ്പയർ ചെയ്ത് അവിടെ എവിടെയും സ്പെഷ്യൽ ക്ലാസ്സും വീക്കെൻഡ് ക്ലാസ്സും എന്നുള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ സിലബസ് കട്ട് ഡൗൺ ചെയ്യോ? ഇപ്പൊ ലെസൺ പ്ലാൻ ഒക്കെ ഇപ്പൊ ഇത്രയും നാളെ നമ്മൾ പോകുന്നത് 10 months വെച്ചിട്ടാണല്ലോ. എന്റെ ഒരു അറിവില് ഇപ്പൊ ഫെബ്രുവരി വരെയാണ് അവര് സിലബസ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ആ സിലബസിൽ അങ്ങനെ എന്തെങ്കിലും കട്ട് ഡൗൺ ചെയ്ത് കുറയ്ക്കുക എന്നുള്ളതല്ലാണ്ട് നമുക്ക് പൊതുവെ സിലബസ് ഉള്ളാന്ന് പറയാറുണ്ട്.
അല്ലാതെ വർക്കിംഗ് ഡേയ്സ് കൂട്ടി, കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. ടീച്ചേഴ്സ് എനിക്ക് തോന്നുന്നത് കുട്ടികളെക്കാളും അവരും സ്ട്രെയിൻ ചെയ്യേണ്ട. അവരൊക്കെ തലേ ദിവസം ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഒരുപാട് പ്രിപ്പറേഷൻ കണ്ടിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്, ലെസൺ പ്ലാനും എല്ലാം ആയിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവർക്കും കുറച്ച് റെസ്റ്റ് കിട്ടി, നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും നല്ല ഹാപ്പി ടീച്ചേഴ്സിന് കിട്ടുന്ന രീതിയിലായാൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുമല്ല, പിന്നെ കുട്ടികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മിക്കവരും ഇത് കൂടാണ്ട് ഒരു ഡാൻസ്, മ്യൂസിക് ക്ലാസ് അങ്ങനെ ഓരോന്നൊക്കെ പോകുന്ന കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് അങ്ങനത്തെ ക്ലാസ്സിനൊക്കെ പോകാനൊക്കെ ഇപ്പൊ വീക്കെൻഡ്സിലാണ് പൊതുവെ എല്ലാവരും അങ്ങനത്തെ ക്ലാസ്സിനൊക്കെ പോകുന്നതും ഇപ്പൊ കലോത്സവം അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോണൊരു പ്രാക്ടീസിന് പോണൊക്കെ ടൈം അതൊക്കെയാണ്. അപ്പൊ അതും നമുക്ക് അതെല്ലാം ഈ സ്റ്റഡീസിൽ വരുന്ന ഒരു കാര്യങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വീക്കെൻഡ്സ് ഹോളിഡേ മീൻസ് അവർക്ക് ഓഫ് കിട്ടുന്ന രീതിയിലാക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. തീർച്ചയായും നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ദുലാൽ സാർ, പൊതുവേ ഒരു അഭിപ്രായം, ഒരു ആക്ഷേപമുള്ളത് അധ്യാപകരുടെ പണി ഏറ്റവും സുഖമുള്ള പണിയാണ്. ആഴ്ചയിൽ 2 ദിവസം അവധി കിട്ടുന്നു, ഭയങ്കര സുഖമാണ്. അപ്പം ഇത്തരത്തിൽ സ്കൂൾ പ്രവൃത്തി ദിവസങ്ങൾ കൂട്ടിയാൽ അധ്യാപകർക്ക് ബുദ്ധിമുട്ടാണ്, അവരുടെ അവധിയൊക്കെ കുറയും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അതിനെതിരെ ഒരു സമരമായി മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. അവരോട് എന്താ പറയാനുള്ളത്? അതാണ് ഞാനിവിടെ ആദ്യമേ ഒരു കാര്യം പറഞ്ഞത്. ഇവിടെ ബഹുമാനീയനായിട്ടുള്ള നമ്മുടെ ഷാജി സാർ അദ്ദേഹം ഇവിടെ പറഞ്ഞു മറ്റ് സ്റ്റേറ്റുകളിൽ 220 അധ്യയന ദിനങ്ങളുണ്ട്, നമുക്കിവിടെ അതില്ല എന്ന്. ഒരു പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ അധ്യാപകരെ എങ്ങനെ ചട്ടം പഠിപ്പിക്കാം എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനായിരിക്കാം. അദ്ദേഹവും ഈ ഒരു മനോസ്ഥിതിയിലുള്ള ഒരു അധ്യാപകനായിരിക്കാം. ഒരുപക്ഷെ പൊതുവിൽ അധ്യാപക സമൂഹം ചെയ്യുന്ന പ്രവൃത്തി ഒരു രക്ഷിതാവ് തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു സാധാരണ ഒരു കുട്ടിയുടെ മാതാവിന് തന്നെ ഇവിടെ അതും ബോധ്യമാവുന്ന അതാണ് പൊതുസമൂഹത്തിൻ്റെ പൾസ് എന്ന് പറയുന്നത്. ഇവിടെ 220 ദിവസമാണ് പ്രവൃത്തി ദിനമാണ് KERൽ നിഷ്കർഷിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ RT ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ആ ആക്ടിനെ കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം, നമ്മുടെ എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ്. നമ്മുടെ നിയമത്തിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമമാണോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമാണോ നിലനിൽക്കുന്നത്, അവിടെയാണ് കൺകറന്റ് ലിസ്റ്റ്. അതിൽ പറയുന്ന നിഷ്കർഷിച്ചിരിക്കുന്ന സമയം എന്താണ്? അതിൽ പറയുന്നത് LP തലത്തിൽ 5ാം ക്ലാസ് വരെ 800 മണിക്കൂർ ആഴ്ചയിൽ, മുകളിലോട്ട് പോകുമ്പോൾ 1000 മണിക്കൂർ ആഴ്ചയിലല്ല വർഷത്തിൽ 1000 മണിക്കൂർ. അങ്ങനെ വന്നാലും 200 പ്രവൃത്തി ദിനങ്ങളേ ഉള്ളൂ. 800 മണിക്കൂർ 1000 മണിക്കൂർ വന്നാലും 200 പ്രവൃത്തി ദിനങ്ങൾക്ക് അകത്തേ വരുന്നുള്ളൂ. നമ്മൾ ഇവിടെ പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നിയമങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ അവലോകനങ്ങളിലും ശാസ്ത്രീയപരമായിട്ടുള്ള വിദ്യാഭ്യാസ നിയമങ്ങളിലൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. വിവിധ കമ്മീഷനുകളുണ്ട്. അവരൊക്കെ പറയുന്നത് എന്താണ്? കുട്ടി പഠിക്കുന്നത് കളിയോടുകൂടിയാണ് കുട്ടി പഠിക്കേണ്ടത്. കുട്ടി പഠന പ്രവർത്തനമെന്ന് പറയുന്നത് ക്ലാസ്സിൽ നേരത്തെ സാറ് സംസാരിച്ചതുപോലെ വടി കാണിച്ച് കുട്ടിയെ ഭയപ്പാടോടുകൂടി പഠിപ്പിക്കേണ്ട ഒരു പ്രവൃത്തിയല്ല. മറിച്ച് അധ്യാപകനും കുട്ടി, അവിടെ മാതാവും പിതാവുമായിട്ട് അധ്യാപകർ മാറുന്നു, കുട്ടിയുടെ വഴികാട്ടിയാകുന്നു, മെന്ററാകുന്നു. ആ നിലയ്ക്ക് കുട്ടി തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ കളിയിലൂടെ ചിരിയിലൂടെ കൊണ്ടുപോകുന്ന, ഇവിടെ അദ്ദേഹം പറയുന്നത് കലോത്സവങ്ങൾക്ക് സമയമായിപ്പോയി, മാറ്റി നിർത്തണം, പിന്നെ സ്പോർട്സിന് സമയം പോയി. ഇതെല്ലാം ഉള്ളതാണ് സാർ ഈ പറയുന്ന പഠനമെന്ന് പറയുന്നത് ക്ലാസ് മുറിയിൽ നടത്തുന്ന ഒരു അഭ്യാസമല്ല. അവനെ പറഞ്ഞു വിടുന്നത് സമൂഹത്തിലോട്ടാണ്. ആ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന കുട്ടി സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ അയാൾ മാർക്ക് മാത്രമേ വാങ്ങിച്ചാൽ പോരാ, ഒരു ഉത്തമ പൗരനായിട്ട് മാറണം. ആ ഉത്തമ പൗരൻ രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്. ആ രാഷ്ട്രത്തിൻ്റെ സ്വത്തിനെ വാർത്തെടുക്കുന്നവരാണ് കേരളത്തിലെ അധ്യാപകർ. അപ്പം മറ്റ് സംസ്ഥാനത്തിലെ അധ്യാപകരെക്കാൾ മോശക്കാരാണെന്നാണോ മാഷ് ഇവിടെ പറഞ്ഞത്? ഈ അധ്യാപകരൊക്കെ തന്നെ. കൂടാതെ ഒരു കാര്യം കൂടെ പറയും, ഈ RT ആക്ട് അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലൊരു 1971 ജോലി ഭാരത്തിനെ സംബന്ധിച്ച് ഉണ്ടാക്കിയ ഒരു ശരിയായ ഒരു വിശദീകരണം, അതായത് ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കിയ ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ബഹുമാനീയനായിട്ടുള്ള DGയുടെ ഓഫീസിലുണ്ട്. സാറൊന്നെടുത്ത് വായിക്കണം. അതിൽ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ അങ്ങ് ഈ കേസിന് പോകുന്നതിന് മുമ്പ് വിവരാവകാശ നിയമം അനുസരിച്ച് ഇവിടെ ഒരു ജോലി ഭാരത്തിനെ സംബന്ധിച്ച് 1971 ശേഷം ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ വിദഗ്ധ സമിതി ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിന്മേൽ ഓരോ പീരീഡും ഇവിടെ അളന്നു കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടല്ലേ ഒന്ന് ഹൈക്കോടതി പോലെയുള്ള ഒരു പരമോന്നത കോടതിയിൽ സമീപിക്കേണ്ടത്. അതിൽ പറയുന്നു, ഒരു അധ്യാപകന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ വെറും കേവലം ക്ലാസ് മുറിയിൽ മാത്രം നടക്കുന്ന പ്രവൃത്തിയല്ല. ഇവിടെ ഒരു ആഴ്ചയിൽ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച്
2022 ദിവസം എന്ന് പറയുമ്പോൾ 10 മണിക്കൂറാണ് ഒരു ഹൈസ്കൂൾ അധ്യാപകൻ പണിയെടുക്കുന്നത്. കാരണം ഈ അധ്യാപകൻ എന്ന് പറയുമ്പോഴേ അധ്യാപകൻ വീട്ടിലോട്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അധ്യാപകൻ ക്ലാസ് മുറിയിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്നാലും അധ്യാപകന്റെ ഈ പ്രവർത്തനം തന്നെയാണ്. സാറും ഒരു പക്ഷേ അധ്യാപകനായിട്ടായിരിക്കുമല്ലോ പ്രഥമ അധ്യാപകനായത്. കുട്ടികളുടെ പേപ്പർ നോക്കണം, കുട്ടികൾക്ക് നോട്ട് തയ്യാറാക്കണം, മലയാളം അധ്യാപകരൊക്കെ ആണെങ്കിൽ രചന പോലെയുള്ള കാര്യങ്ങൾ എഴുതിക്കണം, പല കാര്യങ്ങളും പിറ്റേ ദിവസത്തെ ഹോംവർക്ക് ചെയ്യിക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രിപ്പറേഷനോടുകൂടിയേ പോകാൻ പറ്റൂ. ഒരാൾ മറ്റു പണിക്ക് പോകുമ്പോൾ കയ്യും വീശി കയറി പോയാൽ പോരാ. നമ്മൾ എന്തിനാണ് ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നത്? എന്തിനാണ് യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്? ഇതൊന്നും അറിയാത്ത ഒരു അധ്യാപകനാണ് അവിടെ ഇരിക്കുന്നത്. ഷാജി സാർ, അവർക്ക് ഈ ഹർജിനെ എതിർക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്തരം ശനിയാഴ്ചകളിലെ ക്ലാസ് വേണ്ട എന്ന് പറയാൻ അവർക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. അപ്പോൾ താങ്കൾ ഇതിൽ കൃത്യമായ ഒരു പഠനം നടത്തിയിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സാറേ, ഇതിനകത്ത് സാറ് പറഞ്ഞത് വളരെയധികം വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ്. സർക്കാർ ഇവർക്ക് വസ്തുതയില്ലാത്തല്ല സാർ, വസ്തുതയാണ്. ഡിജിയുടെ റിപ്പോർട്ടാണ്. ഡിജിയുടെ റിപ്പോർട്ട്, അതായത് തയ്യാറാക്കിയ ജോലി ഒരു പ്രൈമറി അധ്യാപകനെയും സെക്കൻഡറി അധ്യാപകനെയും പറഞ്ഞോട്ടെ. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം വന്നു കഴിഞ്ഞതിന് ശേഷം വരുന്നതിന് മുമ്പ് ഒരു അധ്യാപകൻ 1:45 എന്ന റേഞ്ചിലാണ്. ഒരു അധ്യാപകന് 45 കുട്ടികളായിരുന്നു ക്ലാസ്സുകളില്. വിദ്യാഭ്യാസ അവകാശ നിയമം വന്നു കഴിഞ്ഞപ്പോ LP ക്ലാസ്സിൽ 5ാം ക്ലാസ് വരെ 1 മുതൽ ഒരു അധ്യാപകന് 30 കുട്ടികളെ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ജോലിഭാരം കൂടുതലായതുകൊണ്ട് കുട്ടികളുടെ എണ്ണം കുറച്ചു. അതുപോലെ 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ 1:35 ആണ്. 35 കുട്ടികൾക്ക് ഒരു അധ്യാപകനാണ്. 1:45 എന്നുള്ള തോതിൽ കുട്ടികളുണ്ടായിരുന്ന ജോലിഭാരം, അത്രയും കുട്ടികളെ അധ്യാപകൻ നോക്കണമെന്നുള്ള ജോലിഭാരം ഉണ്ടായിരുന്ന അധ്യാപകർക്ക് സർക്കാർ തന്നെ 1:30-യും 35-യും ആക്കി കുറച്ചു കൊടുത്തു. അപ്പോ അധ്യാപകരുടെ എണ്ണം കൂടി, ഓരോ ക്ലാസ്സിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ ഇവർക്ക് ജോലിഭാരം കുറവല്ലേ? രാവിലെ 10 മണിക്കാണ് അധ്യാപകർ ക്ലാസ്സിൽ വരുന്നത്, 3:15 മണിക്കാണ് ക്ലാസ് വിടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ വളരെ കുറച്ച് ഞാനിപ്പോ അധ്യാപകർ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അത് എന്റെയും സ്കൂളിലെ 100 അധ്യാപകർ ജോലി എന്നൊരു സ്കൂൾ സമയം കൂട്ടിയാൽ ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ? അല്ലെങ്കിൽ സ്കൂളുകൾ എപ്പോഴും അനാവശ്യമായ അവധികൾ കൊടുക്കുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ട്. ആരെങ്കിലും മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അപ്പൊ സമരമായിട്ട് ലീവാണ്, അങ്ങനെ അനാവശ്യമായ പല ലീവുകളും സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ടെന്ന് ഒരു ആക്ഷേപമുണ്ട്. അതുപോലെ ഈ സ്കൂൾ സമയം 10 മണി എന്നുള്ളത് സമയത്തിൽ മാറ്റം വരുത്തിയാൽ ഈ അധിക ദിവസം എന്നുള്ളത് ഒഴിവാക്കിക്കൂടെ? അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു പേരന്റ് പറഞ്ഞു എല്ലാവരും വർക്കേഴ്സ് ആയിട്ട് ജോലിക്ക് പോവുകയാണ്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ കുട്ടികളെ ലൈംഗിക ചൂഷണം, അതുപോലെ മയക്കുമരുന്ന്, ഇതൊക്കെ ഉണ്ടാകുന്നത് അധികവും വരുന്നത് എന്തുകൊണ്ടാണ്? സാറ്റർഡേ ദിവസങ്ങൾ കുട്ടികൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയാണ്. കുട്ടികൾക്ക് പുറത്തു പോകാനും കൂട്ടുകാർ വരാനും വീട്ടിലൊരുത്ത് സ്വീകരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുവാണ്. ഇത് കുട്ടികൾ സ്കൂളിൽ പോവുക ശനിയാഴ്ചയും, മാതാപിതാക്കൾ വരുമ്പോഴേക്കും കുട്ടികൾ വന്നു. സൺഡേ എല്ലാ മാതാപിതാക്കളും കുട്ടികളും വീട്ടിലുണ്ടായി. ഇതുപോലെയുള്ള ചൂഷണങ്ങൾക്ക് പോലുമുള്ള അവസരങ്ങൾ കുറയും ഈ ശനിയാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആക്കിയാൽ. ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് വേണ്ടത് എല്ലാ പൗരന്മാരെയും, ഇന്നത്തെ കുഞ്ഞു കുട്ടികൾ നാളത്തെ പൗരന്മാരെ. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ രമ്യയുടെ അഭിപ്രായം എന്തായാലും വ്യക്തമാക്കി കഴിഞ്ഞു. എക്സാം രമ്യയുടെ അഭിപ്രായം എന്തായാലും വ്യക്തമാക്കി കഴിഞ്ഞു. രക്ഷിതാവ് എന്ന നിലയിൽ ശനിയാഴ്ചകളിൽ ക്ലാസ് വേണ്ട, ഇത്ര ഈ സമയം കൂട്ടുന്നതിൽ എന്താണ് അഭിപ്രായം? സ്കൂൾ സമയം കൂട്ടിയിട്ട് വീക്കെൻഡ്സ് കുട്ടികൾ വീട്ടിൽ വേണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് വീക്കെൻഡ്സിലാണ്. സാറ്റർഡേ സൺഡേ ഒരു 2 ഡേയ്സ് എങ്കിലും നമുക്ക് കണ്ടിന്യൂസ് കിട്ടിയാലേ കുട്ടികൾക്ക് അങ്ങനത്തെ കോച്ചിങ്ങും ക്രിക്കറ്റ് കോച്ചിങ്ങിനും ഒക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസിന്റെ ഒക്കെ കാര്യം നോക്കുമ്പോൾ സാറ്റർഡേ സൺഡേ കുട്ടികൾ വീട്ടിലുള്ളതാണ് ഞങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ശരി. അപ്പൊ എന്തായാലും ഒരു കുട്ടിയെ ഏറ്റവും നന്നായി അറിയാവുന്നത് രക്ഷിതാവിനും അധ്യാപകനും തന്നെയാണ്. അവരെന്തായാലും ഇത്തരം ഈ അധിക ദിവസങ്ങൾ വേണ്ട, ശനിയാഴ്ചകളിൽ ക്ലാസ് വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇനി ഇതിൽ എന്തായാലും ഒരു അന്തിമ തീരുമാനം സർക്കാരിൻ്റെയും കോടതിയുടെയും തന്നെയാണ്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തത് ഇന്ദുലാൽ, EK ഷാജി, രമ്യ എന്നിവരാണ്. കടുപ്പം കുറച്ചിൻ്റെ സമയം പൂർണ്ണമാവുകയാണ്. ചർച്ച അവസാനിപ്പിക്കുന്നു. നന്ദി.